ദാനിയേൽ അന്ന് മുഴുവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ താൻ സമയം ചെലവഴിച്ചു. അന്ന് രാത്രിയിൽ ദൈവം രാജാവിന് വെളിപ്പെട്ടു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, നിന്റെ ജീവിതത്തിൽ വേദനിപ്പിക്കുന്ന ചില വിഷയങ്ങൾ കടന്നു വരുമ്പോ, ഭാരപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ കടന്നു വരുമ്പോ, എങ്ങനെയാണ് ഇതിന് മറുപടി ലഭിക്കുന്നതെന്ന ചിന്താഭാരത്തിലായിരിക്കുമ്പോ ഒരു കാര്യം വളരെ വ്യക്തമാണ്. പ്രാർത്ഥനാമുറിയിലേക്ക് കടന്നു ചെന്ന സഹായം വരുന്ന പർവ്വതത്തിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തിയ നിശ്ചയമായും കുഞ്ഞെ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും. എത്ര പേരത് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവ, ഓരോ നിമിഷം കരം തട്ടി എന്റെ ദൈവത്തെ ഒന്ന് മാത്രപ്പെടുത്താമോ? നിന്റെ ജീവിതത്തിലെ ഏറ്റവും വേദനയേറിയ നിമിഷത്തിൽ, ഭാരമേറിയ നിമിഷത്തിൽ ആർക്കും സഹായിക്കുവാൻ കഴിയാത്ത ചില വിഷയങ്ങൾ കടന്നു വരുമ്പോ, ഒരു പക്ഷെ ഡോക്ടേഴ്സ് പോലും കൈവിടുമ്പോ, എവിടെയെങ്കിലും പൊയ്ക്കോ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല എന്ന് പറഞ്ഞവർ കൈയൊഴിയുമ്പോ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുക, പ്രാർത്ഥനാ മുറിയിലേക്ക് കടന്നു ചെല്ലുക, ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുക, ഉയരത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുക. നിന്റെ മറുപടി നിനക്ക് ലഭിക്കും, നിശ്ചയം. ദാനിയേൽ അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചത് നമുക്കറിയാം. അത് മാത്രമല്ല 6:10 അത് ഉൾപ്പെട്ടൊന്നും വായിക്കണമേ. 6:10 എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പിൽ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി. മുട്ടിന്മേൽ ഇരിക്കുവാൻ വേണ്ടി തീരുമാനിച്ച ദാനിയേൽ, വാസ്തവത്തിൽ ആ സമയത്ത് ദാനിയേൽ ആരായിരുന്നു? 120 പേർ ഭരിക്കുന്ന ഒരു സാമ്രാജ്യത്തിന്റെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ഒരു വ്യക്തി. സ്ഥാനം ദാനിയേലിന്റെ വിഷയമായിരുന്നില്ല, പദവി ദാനിയേലിന്റെ വിഷയമായിരുന്നില്ല, സമയം വിഷയമായിരുന്നില്ല. ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ പെട്ടെന്ന് ദാനിയേൽ ചെയ്തത് 3 ദിവസം ഉപവാസം പ്രഖ്യാപിച്ചില്ല. 7 ദിവസമോ 14, 21, 40 അല്ല ഉപവാസം എടുക്കുന്ന തെറ്റാണെന്നല്ല. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നത് യെരൂശലേമിന്റെ നേരെ തന്റെ മാളികയുടെ കിളിവാതിൽ തുറന്നിട്ടിരുന്നു. പതിവ് പോലെ, എന്നും തുറന്നിടുന്നത് പോലെ അന്നും തുറന്നിട്ടു. എന്നും പ്രാർത്ഥിക്കുന്നത് പോലെ 3 പ്രാവശ്യം ദൈവസന്നിധിയിൽ മുട്ടുകുത്തി. ഈ ശ്രേഷ്ഠനായ ആ രാജ്യത്തിലെ ഏറ്റവും വലിയ പദവിയുള്ള വ്യക്തി, കുഞ്ഞേ, ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമല്ല, ജീവിതത്തിൽ പല പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ മാത്രമല്ല, ഏത് സമയത്തും ഒരു സിസ്റ്റമാറ്റിക് പ്രേയറിന്റെ ഉടമയായി നീ മാറുവാൻ കഴിയുമെങ്കിൽ, അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, എന്തെല്ലാം വിഷയങ്ങൾ ജീവിതത്തിൽ കടന്നു വരട്ടെ, അത് ദാനിയേലിന് ഒരു വിഷയമല്ല. എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കട്ടെ, രാജാവ് എന്നെ എന്ത് ചെയ്യട്ടെ, അതെനിക്കൊരു വിഷയമല്ല. എന്നാൽ ഞാൻ ഒരു കാര്യം തീരുമാനമെടുത്തു. ഞാൻ എന്ത് പ്രാർത്ഥിക്കുന്നത് പോലെ പതിവ് പോലെ മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിക്കുവാൻ ദാനിയേൽ തീരുമാനമെടുത്തു. ഞാൻ ഒരു കാര്യം ഓർപ്പിക്കാം, ദൈവമക്കളോട് ഞാൻ പറയാം, അത്ര വലിയ ദാനിയേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രാർത്ഥനാ മനുഷ്യനായി മാറുവാൻ ദാനിയേലിന് ദൈവം അവസരം ഒരുക്കി. മാത്രമല്ല, വചനത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ദാനിയേൽ. അതെന്താണ്, എങ്ങനെയാണ്? ഒരു വാക്യം വായിക്കണമേ. 9-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഒന്ന് വായിക്കണം. അവന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ ദാനിയേൽ എന്ന ഞാൻ യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരുമെന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാ പ്രവാചകൻ ഉണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു. മതി. ദാനിയേലേ, എങ്ങനെയാണ് നിനക്ക് ഈ വെളിപ്പാട് കിട്ടിയത്? ഒരു കാര്യം എന്നെ ഏറ്റവും ചിന്തിപ്പിച്ചൊരു കാര്യം, അന്യനാട്ടിൽ തടവിൽ പോയിട്ടും ധൃതിക്കിടയിലും പലതും എടുക്കാൻ മറന്നുപോയെങ്കിലും ഒരു കാര്യം ദാനിയേൽ എടുക്കാൻ മറന്നില്ല. നമ്മളാദ്യം അറിയാം, പെട്ടെന്ന് തടവുകാരായി നമ്മെ പിടിച്ചാൽ, ഏതെങ്കിലും ആക്സിഡന്റ്, അപകടം പെട്ടെന്ന് വന്ന് അവിടുന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി നാം നോക്കിയാൽ ആദ്യം നമ്മൾ തപ്പുന്നത് നമ്മുടെ പാസ്പോർട്ടോ അല്ലെങ്കിൽ ഏറ്റവും വിലപ്പെട്ട ഡോക്യുമെന്റ്സോ. ദാനിയേൽ അതൊന്നും ഒരു വിഷയമായിരുന്നില്ല. ദാനിയേൽ ഏറ്റവും തപ്പിയെടുത്തത് മറ്റൊന്നുമല്ല, ആ പുസ്തകം. ധൃതിക്കിടയിലും പുസ്തകം എടുക്കാൻ മറന്നില്ല. മാത്രമല്ല, ഇന്നത്തെ സ്ലിം ബൈബിളല്ല, അത് പായ്ച്ചുരുളാണ്. അതെടുക്കാൻ ദാനിയേൽ മറന്നില്ല. ഒരു കാര്യം വളരെ വ്യക്തമാണ്, വചനത്തോട് നിങ്ങൾക്ക് പ്രിയമുണ്ടോ? 1-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുവാൻ നമുക്ക് കഴിയുമോ? മറിയെ പോലെ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുവാൻ നമുക്ക് കഴിയുമോ? കുഞ്ഞെ, ഇന്ന് രാത്രി വചനം നിങ്ങൾ കേൾക്കുമ്പോ വ്യക്തമായി ഞാൻ ഓർപ്പിക്കട്ടെ, ഒന്നിനും നിങ്ങൾക്ക് സമയമില്ലെങ്കിലും എത്ര ധൃതിയുള്ള ജീവിതമാണ് നയിക്കുന്നത്
കഴിയുന്നതെങ്കിലും ദൈവവചനത്തിന് മുമ്പിൽ, ദൈവ സാന്നിധ്യത്തിന് മുമ്പിൽ അല്പസമയം ചെലവഴിക്കുവാൻ കഴിയുമെങ്കിൽ, അങ്ങനെ അല്പസമയം ചെലവഴിക്കുവാൻ കഴിയുമെങ്കിൽ അതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുത്. വിശുദ്ധ വേദപുസ്തകം വായിക്കുകയല്ല, എൻജോയ് ചെയ്ത് വായിക്കുക. അത് ധ്യാനിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇന്നുവരെ അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ